significant attention for training advanced AI models at a fraction of typical industries. അതാണ് ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. They achieved this by utilizing less advanced, more readily available hardware. ശരിക്കും GPUs US-ന് ഡൊമിനേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അവര് ചൈനയ്ക്ക് കൊടുക്കുന്നില്ല എന്നുള്ള അവരുടെ ഒരു ടയർ 1, 2, 3 ലിസ്റ്റില് ടയർ 3 ആണ് ചൈന, ടയർ 2 ആണ് ഇന്ത്യ. ഇന്ത്യക്കും തരില്ല, പക്ഷെ ചൈനയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഓപ്പണൈസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ. അതാണ് ആ ടയർ 2-ല് വരുന്നത്. അപ്പൊ അവർക്ക് ആ GPU കൊടുക്കുന്നില്ലായിരുന്നു. ശരി, അവർ കൊടുക്കാഞ്ഞുകൊണ്ടാണ് അവര് ഇൻഹൗസ് ഡെവലപ്പ് ചെയ്തത്. അതാണ് യൂട്ടിലൈസിങ് ലെസ് അഡ്വാൻസ്ഡ്, മോർ റെഡിലി available hardware, challenging the prevailing notion that only large tech firms with vast financial resources can dominate a field. ഇവരെ കുറിച്ച് തന്നെ നല്ല ഒരു അഭിപ്രായം പറയുകയാണ് അല്ലെ. ChatGPT പറയാണ് ഇന്ന് പല വലിയ ഹ്യൂജ് ഫേംസിനൊക്കെ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അവര് തിരുത്തി. 5 മില്യൺ എന്ന് പറയുന്നത് താരതമ്യേന ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ പോലും ഒരു കമ്പനിയുടെ മൂലധനത്തെ സംബന്ധിച്ചോളം ചെറിയൊരു കമ്പനി. അവര് അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ എടുത്തു വെച്ചിട്ട് ഒന്ന് ചെയ്ത ഒരു സൈഡ് പ്രോജക്റ്റാണ്. അവരുടെ മെയിൻ സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ട്രേഡിങ്ങില്, ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷനില് അതില് AI ഉപയോഗിച്ച് ട്രേഡിങ് ചെയ്യാന്നുള്ളതാണ് അവരുടെ മെയിൻ പേരന്റ് കമ്പനി ചെയ്യുന്ന ജോലി. അതാണ് ഈ ലിയാങ് എന്ന് പറയുന്നതും ആ ഏരിയയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ്. അവര് യൂട്ടിലൈസ് ചെയ്യാത്ത കുറെ റിസോഴ്സ് എല്ലാം എടുത്തിട്ട് ഒരു AI പ്രോജക്ട് തുടങ്ങിയതാണ്. Prevailing notion that only large tech firms with vast financial resources can dominate the market cap losses for major tech companies. Nvidia, Tesla, Google, Amazon, Microsoft, എല്ലാ ടെക് കമ്പനീസും അതുകൊണ്ടാണ് 1 ട്രില്യൺ നഷ്ടം ഉണ്ടായെന്ന് പറയുന്നത്. അതൊരു ഡിസ്റപ്ഷൻ ആണ്. Raised questions about necessity of high spending on AI development and the potential for smaller startups to compare with established tech giants. ഹലോ, എന്റെ ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ഈസ് അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ കേൾക്കാലോ അല്ലേ? ഹലോ 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 കേൾക്കാലോ അല്ലേ? അപ്പോ ഇത് ചെറിയ ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനിയിൽ 20 പേരേ ഉള്ളെന്നാ പറയുന്നത്. ഈ ഡീപ് സീക്കിൽ 20 പേരേ ഉള്ളു ആ പ്രോജക്റ്റിൽ എന്നാ പറയുന്നത്. അപ്പൊ എത്രത്തോളം ചെറിയൊരു സെറ്റപ്പ് ആണെന്ന് പറയുന്നത്. ഒരു ക്ലാസ് റൂമിന്റെ പകുതിയിൽ കൊള്ളാവുന്ന ആൾക്കാരേ ഉള്ളു ആ കമ്പനിയിൽ. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യമാണ് ഈ പറയുന്ന പോയിന്റ്, ഓപ്പൺ സോഴ്സ് കമ്മിറ്റ്മെന്റ്. Unlike many competitors, DeepSeek is committed to open sourcing its models, promoting transparency and collaborating in AI community. This approach has been highlighted as a significant factor in their rapid advancement. അവർ എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഓക്കെ, ഏത് പ്രോസസർ ആണ്, എന്താണ്, എങ്ങനെയാണ്, ആ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്, അക്സസിബിൾ ആണ്, ആർക്കും അക്സസിബിൾ ആണ്. ഇതൊന്നും വായിച്ചില്ല, ഇതൊന്നും കണ്ടില്ലായിരുന്നു. ഇല്ല, ഇതൊന്നും ഇത്ര ഞാൻ നോക്കിയില്ല, ഡീപ്പായിട്ട് നോക്കിയില്ല, ജസ്റ്റ് ഒന്ന് ലിങ്ക്ഡിനിൽ കണ്ടു. ഇത് വളരെ, അതായത് ഭയങ്കര ഒരു ഡിസ്റപ്ഷൻ ഉണ്ടായി കംപ്ലീറ്റ് AI മേഖലയിൽ. ഇപ്പൊ ഇന്ത്യൻ AI ഒക്കെ ഉണ്ട്. ഇന്ത്യൻ AI എന്താണ്, എന്ത് സൂത്രയാണ്? ചാറ്റ് സൂത്ര, വോൾക്ക AI, ഞാൻ അതൊന്നും നോക്കിയില്ല. അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ. ഓക്കെ, ഭയങ്കര ഒരു ഡിസ്റപ്ഷൻ ഉണ്ടാക്കി ഈ ഒരു കഴിഞ്ഞ 2-3 ദിവസം മുമ്പ്. എനിക്ക് തോന്നുന്നു ഈ ട്രംപ് അധികാരത്തിൽ വന്ന് 20-ാം തീയതി മറ്റോ ഈ മാസം, ആ 20-ാം തീയതി കഴിഞ്ഞാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കണം. പിന്നെ ഈ ടെസ്ലയുടെ, അയാളുടെ പേര് എന്താ,
ഇലോൺ മസ്ക്. എലോൺ മസ്ക് ട്രംപുമായിട്ട് അവരുടെ എന്തോ പ്രോജക്റ്റായിട്ട് എന്തോ പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു വാർത്തയും കൂടി ഉണ്ടായിരുന്നു ഇടയ്ക്ക്. അത് ഇതിനിടയ്ക്ക് മുങ്ങിപ്പോയി. ലിയാങ് എന്ന് പറഞ്ഞ ആളാണ് ഹെഡ്ജ് ഫണ്ട്. ഹെഡ്ജ് ഫണ്ട് എന്ന് പറയുന്നത് ട്രേഡിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സ്റ്റോക്ക് മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫോക്കസിംഗ് ഓൺ അപ്ലൈങ് AI ടു ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്, അതായിരുന്നു അവരുടെ ജോലി. His passion for AI led him amass around 10,000 NVIDIA GPU. അവർ 10,000 NVIDIA GPUs അവർക്ക് നേരത്തെ അമാസ് ചെയ്തിരുന്നു, പിന്നീടാണ് കൊടുക്കാതായതെന്ന് തോന്നുന്നു. Which played a crucial role in training DeepSeek's model despite US export controls on high-end chips. അത് കഴിഞ്ഞാണ് ഇവര് നിരോധിച്ചത്. ഈ GPUs കൊടുക്കുന്ന പരിപാടി അവർ വിട്ടുകളാണ്, അവർ കൊടുക്കാണ്ടായി. DeepSeek's achievement underscore China's potential to compete with the US in AI technology, even under export controls, by optimizing resources and leveraging open source tools. This has significant implications for the future of AI industry, suggesting that smaller startups could become competitive with the existing tech giants. അങ്ങനെ ഒരു ഭയങ്കര ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കി. അതായത് 10-20 പേരുള്ള ഒരു കമ്പനി പോലും ലോകത്തെ വലിയ കമ്പനികളെ ഒതുക്കുന്ന ഒരു സംഭവത്തിലേക്ക് നീങ്ങി. അങ്ങനെ വലിയൊരു ഡിസ്ട്രപ്ഷൻ ഉണ്ടായി. ഓക്കെ, വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് ഡീപ് സീക്കിന് ഇമ്പാക്ട് എന്താന്ന് നോക്കാം. DeepSeek is having a significant impact in the AI industry. ഇത് ChatGPT പറയുന്നെന്ന് ഓർക്കണം, അവരുടെ കോമ്പറ്റീറ്ററാ പറയുന്നത്. ഷേക്കിംഗ് അപ്പ് ടു ദ, പക്ഷെ ഞാൻ വേറെ ചില വാർത്തകൾ കണ്ടത്, അവര് ചില ചൈനീസ്, ഇപ്പൊ ഉദാഹരണത്തിന് ഈ നമ്മളുടെ അരുണാചൽ പ്രദേശ്, അത് അവരുടേതായ എന്ന് പറയുന്ന കുറെ ഭാഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചില ഇഷ്യൂസ് ഉണ്ട് ഇന്ത്യൻ നയതന്ത്രമായിട്ട് ബന്ധം. ഹലോ, അക്കാര്യത്തിൽ അവര് അത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, അത് അവര് സൈലന്റ് ആകുകയോ അല്ലെങ്കിൽ ഒന്നും പറയാണ്ടിരിക്കുക, അങ്ങനെ എന്തോ ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ആ ഇന്ത്യൻ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ അവർ പെരുമാറുന്നുണ്ട്. This is having a significant impact. A industry shaking up a landscape dominated by big tech companies like OpenAI, Google, and Microsoft. Here are the key ways DeepSeek is making. ഒന്ന്, കംപ്ലീറ്റ് AI മാർക്കറ്റിനെ അവർ ഡിസ്റപ്റ്റ് ചെയ്യും. ഓക്കെ, ഹലോ, അപ്പോ ഡിസ്റപ്റ്റ് ചെയ്തു, തകർത്തു അവര്. DeepSeek has developed a high quality AI models at a fraction of the cost of competitors. 7,005 എന്നുള്ള കണക്കിൽ അവരുടെ കോസ്റ്റ് വന്നു. They achieved this by using less advanced but more cost-effective GPUs. അതാണ് അവർ ഉപയോഗിച്ചത്. Challenging the belief that AI breakthroughs require $1 billion budget. ആ $1 billion എന്തിനാണ് എന്നുള്ളതാണ് അവിടെ പ്രശ്നം. This has lowered the barrier to entry for AI startup. ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ചെറിയ ചെറിയ കമ്പനികൾക്ക് പോലും, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ആൾക്കാർക്ക് പോലും AI സ്റ്റാർട്ടപ്പ് തുടങ്ങാം എന്ന ഒരു സങ്കല്പത്തിലേക്ക് നീങ്ങി. ഓക്കെ, ഹലോ, ചെറിയ ചെറിയ ഇൻഡിവിജ്വൽസിനെ പോലും വലിയ ഈ സംഭവത്തിലേക്ക് നീങ്ങാം എന്ന്, ആ ലോവർ ദ ബാരിയർ ഓഫ് എൻട്രി എന്ന് പറഞ്ഞാൽ ആ ഇൻഡസ്ട്രിയിലേക്ക് കടക്കുന്ന ബാരിയർ ആയി പറയുന്നു, അത് അവര് പൊളിച്ചു. പിന്നെ ഈ ബിഗ് ടെക് AI ഡോമിനൻസ് അവർ പൊളിച്ചു. ആഫ്റ്റർ DeepSeek's breakthroughs, major tech companies like NVIDIA, Tesla, Google, Amazon, and Microsoft lost billions in market. അത് ഏതാണ്ട് എല്ലാം കൂടെ ചേർത്ത് 1 trillion ആണെന്നാണ് പറയുന്നത്. 1 trillion is a huge amount.
Investors are questioning. ഇനി ഇതിനെ പൈസ മുടക്കുന്ന ആൾക്കാര് മറ്റേ അവരോട് ചോദിക്കുകയാണ് whether big tech firms need to spend so much money on AI when DeepSeek is achieving similar result for far less. പൈസ മുടക്കുന്ന ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ ഇത്രയും പൈസ എന്തിനാ കളയുന്നത്, അതിന്റെ ആവശ്യം എങ്ങനെയാ നിങ്ങൾ ചെയ്യുന്നതെന്നാ ചോദിക്കുന്നത്. This could force established AI firms to rethink their strategies, making AI development more efficient and effective. DeepSeek is committed to open sourcing its models, unlike companies like OpenAI and Google, which are becoming more close. OpenAI എന്ന് പേരിൽ മാത്രമേ ഉള്ളൂ അവർ പറയുന്നു, ഇവരിത് ഓപ്പൺ സോഴ്സ് ചെയ്തു അല്ലെ, ഇവരുടെ ഇൻഫർമേഷൻ തന്നെയാണ് പറയുന്നത്, മോർ ക്ലോസ്ഡ് ആണ്, ഇവർ ഓപ്പൺ സോഴ്സ് ചെയ്തു. ദിസ് മീൻസ് മോർ റിസർച്ചേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ക്യാൻ ആക്സസ് ആൻഡ് ബിൽഡ് ഓൺ ദെയർ ടെക്നോളജി, ആക്സിലറേറ്റിംഗ് AI ഇൻവെൻഷൻ. അപ്പൊ ഇതെല്ലാം ഇവർ ഓപ്പണൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ ടെക്നോളജി, കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരും, പുതിയ പുതിയ AI ഇന്നോവേഷൻസ് നടക്കും. ഓപ്പൺ സോഴ്സ് AI could democratize, കൂടുതൽ ആൾക്കാർ വരുന്നതുകൊണ്ട് ഡെമോക്രറ്റൈസ് എന്ന് പറയാം, ആക്സസ് ടു അഡ്വാൻസ് AI rather than keeping it limited to big corporations. അവരൊന്നും ഒളിച്ചു വെച്ചിട്ടില്ല, ആർക്കും അത് ആക്സസ് ചെയ്യാം. ഇത് AIയുടെ ചൈന കേപ്പബിലിറ്റീസിനെ സ്ട്രെങ്തൻ ചെയ്തു. Despite US export restrictions on high-end AI chips, DeepSeek has managed to train powerful AI models using available hardware. This shows that China can still advance in AI without relying on US technology, which could shift the global AI power balance. It also highlights China's growing AI competitiveness, making it a stronger player against the US in artificial intelligence. ഇതില് AI ആയിട്ട് ബന്ധപ്പെട്ട സസ്റ്റൈനബിലിറ്റി ആണ്. DeepSeek's cost-efficient approach questions the sustainability of AI investment by big tech. If smaller players can train high-performance models with a lower cost, will massive AI investment still make sense? ഇവിടെ ട്രെയിനിങ് കോസ്റ്റ് ആണ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് പറഞ്ഞത്, അതിന് ഇത്രയും മാസീവ് എക്സ്പെൻസ് വേണമെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. This could reshape how AI research is funded and developed worldwide. DeepSeek is providing that AI breakthrough don't have to be expensive, and open source models can challenge proprietary AI. This impact is forcing big tech to adopt, making ഇതാണ് സംഭവം. ഓക്കെ, നമ്മൾ ചോദിക്കുകയാണ് ഇന്ത്യൻ അവസ്ഥ എന്താണ്? Can you explain what is happening in India regarding this? നമ്മൾ ഇന്ത്യയില് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മൂവ്മെന്റ്സ് ഉണ്ടോ? നമുക്ക് ഇന്ത്യൻ അവസ്ഥ നോക്കാം, നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തിൽ എന്താ സംഭവിക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലെ? ഹലോ ഹലോ, നമുക്ക് ഇന്ത്യൻ അവസ്ഥയിൽ എന്താ നോക്കാം. DeepSeek's recent advancement in artificial intelligence has significant impacts for India's AI landscape, influencing both the technology sector and the broader economy. Inspiration for cost-effective AI development. അപ്പൊ ഇന്ത്യൻ എൻവറോൺമെന്റില് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള AI ഡെവലപ്മെന്റ് ഇൻസ്പയർ ചെയ്യുന്നതാണ്. DeepSeek's success in developing high-quality AI models at a fraction of typical cost serve as a model for India. Indian AI experts suggest that നമ്മള് മംഗളിയാൻ എന്താ മൂണിന്റെ എക്സ്പ്ലോറേഷൻ AI by focusing on cost-effective and efficient development strategy. Resourcefulness aligning with India's historical achievement in space exploration. Impact on AI and IT stocks. The emergence of DeepSeek has led to a volatility in global tech markets, including India. The Nifty IT index experienced a decline, reflecting investor concerns about the competitive landscape. Companies involved in electronics manufacturing, AI-related companies such as Dixon Technologies and Keynes Technology
notable stock movement. Opportunities and challenges for Indian startups. DeepSeek's cost-effective AI model presents both opportunities and challenges for Indian startups. On one hand, it enables them to compete by adopting similar strategy focused on efficiency and innovation. On the other hand, it raises the bar for competitiveness, pushing Indian startups to enhance their capability to keep pace. Potential for indigenous AI development. DeepSeek achievement highlight the possibility of developing advanced AI technology indigenously that serve as motivation for India to invest in AI ecosystem, fostering homegrown legal, business, and financial implications. The success of DeepSeek AI model also brings forth the legal, business, financial consideration for India. In summary, DeepSeek advancement offer valuable lessons for India AI sector, emphasizing the importance of cost-effective development, strategic investment, and supportive policies to foster innovations and competition. നമുക്ക് ഇവരുടെ technical advancement, how technically advanced DeepSeek's project. Technically advancement എങ്ങനെയാണ്? നമുക്ക് അതൊന്ന് നോക്കിക്കളെ. DeepSeek is highly technically advanced, positioning itself a serious competitor to AI leaders like OpenAI, Google DeepMind, and Meta. Its innovations in AI model training, cost efficiency, and hardware optimization have made it a game changer. Technical advance. ഇത് ഒരു ലാർജ് ലാംഗ്വേജ് മോഡലാണ്, ആർക്കിടെക്ചറാണ്, LLM ആണ്. ഇറ്റ്സ് ദെയർ ലേറ്റസ്റ്റ് LLM. അത് V2 ആണ്. പലരും ഞാനിത് പറയുമ്പോൾ R1 എന്നാ കേട്ടോ. ഇവിടെ അത് V2 എന്നാ പറയുന്നത്. Competing with the models like GPT-4 and Llama 3. ഇത് ട്രാൻസ്ഫോമർ ബേസ്ഡ് ആർക്കിടെക്ചർ ഉപയോഗിക്കും. Similar to OpenAI GPT models. അപ്പോൾ ട്രാൻസ്ഫോമർ ബേസ്ഡ് ആണത്. Supports multiple languages. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംപ്രൂവിംഗ് ഗ്ലോബൽ ആക്സസ്. അല്ലെങ്കിൽ ചൈനീസിന് ചൈനയെ മാത്രമേ ഉണ്ടെന്ന് പറഞ്ഞാൽ പണിയായി. ഓപ്റ്റിമൈസ്ഡ് ഫോർ റീസണിങ്, കോഡിംഗ് ആൻഡ് ജനറേറ്റീവ് ടാസ്ക്. ആ റീസണിങ്, കോഡിങ്ങിലോ ഒക്കെ അത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് മോഡൽ ട്രെയിനിങ് ആണ്. ലിവറേജിങ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്, പാരലൽ പ്രോസസ്സിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു പേപ്പർ പഠിക്കുന്നു ഈ സെമസ്റ്ററിലല്ലേ? അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആയിട്ട് ഇതിന് ബന്ധമുണ്ട്, പാരലൽ പ്രോസസ്സിംഗ് ആയിട്ട്. എഫിഷ്യന്റ് ഹാർഡ്വെയർ യൂട്ടിലൈസേഷൻ. അപ്പോൾ ഇത് നന്നായിട്ട് ഹാർഡ്വെയർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കസ്റ്റം AI ചിപ്സ് കുഡ് ബി ഇൻ ഡെവലപ്മെന്റ് ടു ഫർദർ റെഡ്യൂസ് ഡിപ്പെൻഡൻസി ഓൺ US ടെക്. ആ കസ്റ്റം AI ചിപ്പ്, അവരുടെ ആവശ്യത്തിനുള്ള AI ചിപ്പ് demonstrate how AI progress can be achieved without relying on high-end chip. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ അവർ പ്രൂവ് ചെയ്തു. ഹൈ-എൻഡ് ചിപ്പിനെ റിലേ ചെയ്യാതെ ഉള്ള AI പ്രോഗ്രസ്. ഓപ്പൺ സോഴ്സ് ഇന്നോവേഷൻ. DeepSeek released its model as open source, which remains closed source. ഇത് ChatGPT തന്നെ പറയുന്നുണ്ട് ഇത് ക്ലോസ്ഡ് ആണെന്ന് കേട്ടോ. അവർ ഓപ്പൺ ചെയ്യുന്ന പറയുന്നുണ്ടെങ്കിലും ഈ DeepSeek ഓപ്പൺ ആണെന്ന് മറ്റോ അവർ ക്ലോസ് ആണെന്ന് പറയുന്നുണ്ട്. ദിസ് പ്രൊമോട്ട്സ് ഫാസ്റ്റർ AI അഡോപ്ഷൻ ആൻഡ് കസ്റ്റമൈസേഷൻ ബൈ ഡെവലപ്പേഴ്സ് വേൾഡ് വൈഡ്. അപ്പോൾ ഭയങ്കര ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കും ഇതെല്ലാം ഓപ്പൺ ആക്കിയവർ. ഗ്ലോബൽ AI കമ്മ്യൂണിറ്റി ടു ബിൽഡ് ഓൺ ഇറ്റ്സ് ഇന്നോവേഷൻസ്. അപ്പോൾ അതിന്റെ കോഡൊക്കെ നമുക്ക് അക്സസിബിൾ ആണ്. ഇമ്പാക്ട് ഓൺ ഗ്ലോബൽ AI ഡെവലപ്മെന്റ്. DeepSeek's cost-effective AI training challenges AI industry's notion that only billion-dollar investment need to encourage new AI startups to adopt similar strategies for innovation. Poses a serious threat to
പ്രൊപ്രൈറ്ററി AI മോഡൽസ്. പ്രൊപ്രൈറ്ററി എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? ഹലോ, ആ പ്രൊപ്രൈറ്ററി എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ഉള്ളത്. ഉം. Potential feature advancement. Likely to Okay. develop more efficient AI models. AI-powered robotics and autonomous systems. അപ്പൊ അങ്ങനെയുള്ള ഡെവലപ്മെന്റ് കൂടാൻ സാധ്യതയുണ്ട്. പോസിബിൾ ഇന്റഗ്രേഷൻ വിത്ത് AI-powered robotics and autonomous system. Okay. കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള AI മോഡൽസ്, ഈവൻ ഫ്യൂർ റിസോഴ്സ് കുറച്ച് മതി. May develop its own hardware, custom AI chips to avoid dependence on Western suppliers. Apo DeepSeek has proven that AI models don't need high-end GPUs to be powerful by adopting hardware and leveraging efficient training. നമുക്ക് as a learner, as a AI learner, what are the things I have to learn from this new development? ഒരു AI ലേണർ എന്ന നിലയിൽ ഈ ഡെവലപ്മെന്റിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കുന്നത്? അപ്പൊ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ ഇത് ശരിക്കും പറഞ്ഞാല് ഇതുവരെ ആൾക്കാർ വിചാരിച്ചിരുന്നത് NVIDIAയുടെ H100 GPUs വേണം എങ്കിലേ ഇത് ഈ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വിചാരിച്ചത്. തെറ്റി. Optimized training techniques, high performance, less powerful GPU ചെയ്യാൻ പറ്റും. Learn about model compression, quantization, distributed training to improve efficiency. ഈ കാര്യങ്ങൾ പഠിക്കുക. മോഡൽ കംപ്രഷൻ, ക്വാണ്ടൈസേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ട്രെയിനിങ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി, അത് പഠിക്കുക. പിന്നെ എന്താണ്? DeepSeek's model are open source, making them accessible for experiment. ആർക്കും ആ കോഡ് ആക്സസ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. Learn how to use fine-tune open source models like DeepSeek V2, Llama and Falcon. ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓപ്പൺ സോഴ്സ് മോഡൽ ആയിട്ടുള്ള DeepSeek V2, Llama, Falcon അതെങ്ങനെ എക്സ്പ്ലോർ ഹഗ്ഗിംഗ് ഫേസ്, TensorFlow, PyTorch for model training and deployment. ഹഗ്ഗിംഗ് ഫേസ്, TensorFlow, PyTorch ഒക്കെ നോക്കി. Understand AI model training and optimization. Study transformer architecture. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ. How DeepSeek V2 competes with the GPT. Learn about scaling loss. How AI models improve with the data and compute. Dive into efficient training techniques. Low rank adaptation, distillation, sparse models. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? Explore AI hardware and infrastructure. DeepSeek optimized AI training without relying on top-tier GPUs. Learn about GPU cluster, TPU, and custom AI. അപ്പോൾ GPU clusters, TPUs, custom AI hardware ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പാരലൽ പ്രോസസ്സിംഗ്, മെമ്മറി ഒപ്റ്റിമൈസേഷൻ, ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട പുതിയ മേഖലകൾ. പാരലൽ പ്രോസസ്സിംഗ്, മെമ്മറി ഒപ്റ്റിമൈസേഷൻ, ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്, ഇതെല്ലാം വെച്ചിട്ടാണ് അവർ അച്ചീവ് ചെയ്തത്. AI innovation is not just about bigger models, but also about smaller resources. Follow AI companies like DeepSeek, OpenAI, Meta, Google DeepMind, and Mistral AI. Keep up with the latest AI research papers on platform like ഈ പ്ലാറ്റ്ഫോം ഓർക്കണേ, ഇവരിൽ നിന്നാണ് നമുക്ക് കൂടുതൽ പഠിക്കേണ്ടത്. ARSiv and papers with the code. ഓക്കെ, പേപ്പർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഹലോ,
ഋതുൽ ഋതുൽ കേൾക്കുന്നില്ലേ? ഉറങ്ങിയാ? കേൾക്കുന്നുണ്ട്. ആ ഈ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ എന്താന്ന്? റിസർച്ച് പേപ്പേഴ്സ് ആണ്. ആ റിസർച്ച് പേപ്പർ ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മള് ട്രിപ്പിൾ സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ടാക്കി. ഹലോ 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 കേൾക്കുന്നുണ്ട്. ട്രിപ്പിൾ സ്റ്റാൻഡേർഡ്സ് ആണ്, അങ്ങനെയാണ് പ്രോജക്ട് സെലക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ട്രിപ്പിൾ സ്റ്റാൻഡേർഡ് അതൊക്കെ റിസർച്ച് പേപ്പേഴ്സ് ആണ്. റിസർച്ച് പേപ്പേഴ്സ് ആണ്. ഇവിടെ നമ്മൾ റിസർച്ച് പേപ്പർ വിത്ത് കോഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. ആ റിസർച്ച് പേപ്പറിൽ കോഡ് ഉള്ളത്. അപ്പോ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ARXIV ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ ആ റിസർച്ച് പേപ്പർ കോഡുള്ള റിസർച്ച് പേപ്പർ. പിന്നെ എത്തിക്സ് ആൻഡ് പോളിസി ഇംപ്ലിക്കേഷൻസ് അറിഞ്ഞിരിക്കുക. AI സേഫ്റ്റി മിസ്യൂസിനെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉദിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും ഓപ്പൺ ആക്കി. പിന്നെ AI ഗവേണൻസ്, റെഗുലേഷൻസ്, എത്തിക്കൽ കൺസിഡറേഷൻസ് മനസ്സിലാക്കുക. സ്റ്റഡി ദ ഇമ്പാക്ട് ഓഫ് AI on different industries and economics. How DeepSeek affected NVIDIA and Google. Okay. So, how to apply this knowledge? Experiment with DeepSeek V2 and other open source models. Learn model optimization technique to build AI with limited resources. Stay engaged with AI research forums and communities. GitHub line code available on our end. Hugging Face AI newsletter. Understand how AI development strategies affect business, economy, and global competition. DeepSeek proves that